കൊളോസോസുകാർക്ക് എഴുതിയ കൊളോസ് ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മളിവിടെ വായിക്കുകയാണ്. ദയവായി ശ്രദ്ധിക്കുക. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. കൊളോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമാകുമാറ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചെറിയ വാക്യമാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും കരമുയർത്തി എന്നോട് ചേർന്ന വാക്യം പറയുവാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ കൊളോസോസിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങളെ ഏക ശരീരമായി വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട് എന്ന് വിശദീകരിക്കുകയാണ്. എന്തിനാണ് നിങ്ങളെ ഏക ശരീരമായി വിളിച്ചത്? ഇവിടെ ഏക ശരീരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരം എന്ന ആശയത്തിലാണ്. യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുവുമായി ഏക ശരീരമാവുകയാണ്. യേശു ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ യേശുവുമായി നിങ്ങൾ ഏക ശരീരസ്ഥരാവുകയാണ്. കർത്താവുമായി വൺ ബോഡി, ഒരു ശരീരമായി മാറുകയാണ്. അതാണ് എഫെസോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത്, അങ്ങനെ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഹല്ലേലൂയ. ഈ മർമ്മം വലിയത്. എന്നിട്ട് താഴെ വിശദീകരിക്കുമ്പോൾ പറയുക, കർത്താവിനെയും സഭയും ചൊല്ലിയാണ് ഈ മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഭർത്താവ് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ മർമ്മം വലിയത്, ഞാൻ കർത്താവിനെയും സഭയും ചൊല്ലിയാണ് ഇത് പറഞ്ഞത്. യേശു ദൈവമെന്ന്, യേശു ദൈവപുത്രൻ എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി കർത്താവുമായി ഏക ശരീരമാവുകയാണ്. യേശുവുമായി ഇരു ശരീരമല്ല, മേലാൽ അവർ രണ്ടല്ല ഒന്നത്ര എന്ന് പറയുന്ന പോലെ ഏക ശരീരമാണ്. രണ്ടുപേരും തമ്മിൽ ഏക ശരീരമായി മാറുകയാണ്. ഇങ്ങനെ ഏക ശരീരമായി മാറ്റപ്പെട്ടത് കൊണ്ടാണ് ഈ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇവിടെ വാഴട്ടെ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനമാണ്, നമ്മുടേതല്ല. ഹല്ലേലൂയ. ഇത് നിങ്ങളിൽ വാഴാൻ കാര്യം നിങ്ങൾ അവന്റെ ശരീരമായതുകൊണ്ടാണ്. 3 ആശയങ്ങൾ ആ വാക്യത്തിനകത്തോട് പെട്ടെന്ന് പറയാൻ പോവുക. ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്ന്, വാഴേണ്ടിയത് യേശുവിൻ്റെ സമാധാനമാണ്. ഇനി വാഴേണ്ടിയത് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. വാഴേണ്ടിയത് യേശുവിൻ്റെ സമാധാനമാണ്. വാഴുന്ന സ്ഥലം നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. എങ്ങനെയാണ് യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ ഇടയാകുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ. എന്തുകൊണ്ട് യേശുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയങ്ങളിൽ വാഴുന്നു? യേശുവും നീയും ഏക ശരീരമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. കരമടിച്ചുകൊണ്ടൊന്ന് വേണമെങ്കിൽ യേശുവിനെ സ്തോത്രം ചെയ്തു. യേശുവും ഞാനും ഏക ശരീരമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിനെ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ഒന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവും ഞാനും ഏക ശരീരമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം യേശുവിലുണ്ടോ അത് മുഴുവൻ ഇനി വ്യാപരിക്കാൻ പോകുന്നത് എൻ്റെ മേലാണ്. എൻ്റെ മേൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ വ്യാപരിക്കാൻ പോകുന്നത് യേശുവിലാണ്. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ വ്യാപരിക്കാൻ പോകുന്നത് എന്നിലാണ്. കാരണം ഞങ്ങൾ ഇനി രണ്ടല്ല, ഞങ്ങൾ ഒന്നത്രേ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കൂടെ ഒന്ന് ദയവായി ശ്രദ്ധിക്കണമേ. എന്നാൽ ഈ ആശയത്തെ കൂടുതൽ മനസ്സിലാകുകയുള്ളൂ. എഫെസോസുകാർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എഫെസ്യർ 2:14. യേശു നമ്മുടെ സമാധാനം. യേശു നമ്മുടെ സമാധാനമായിട്ട് എങ്ങനെയാ മാറിയത്? 2:14. എഫെസോസുകാർക്ക് എടുത്ത വാക്യം ഒന്ന് എടുത്ത്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. യേശു നമ്മുടെ സമാധാനം. യേശു ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ
അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ അടിവരയിടുക വാക്ക് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ചെയ്ത കാര്യമാണ് ഇവിടെ വിശദീകരിച്ചത്. ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഏതായിരുന്നു ഇരുപക്ഷം? ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ ജനം അല്ലാത്തവർ. ഇങ്ങനെ രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു. അതിക്രമങ്ങളിൽ മരിച്ചവർ, വാഗ്ദത്തം പ്രാപിച്ചവർ. ഇരുപക്ഷക്കാർ. യഹൂദന്മാർ എപ്പോഴും പറയും ഇവർക്കിത് കൊടുക്കാൻ പറ്റുകയില്ല, കാരണം ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനം, ഇവർ സ്വന്തം ജനമല്ല. ഇങ്ങനെ പക്ഷം തിരിച്ച് പക്ഷഭേദം നടത്തിയും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതാ കാലത്തികവിങ്കൽ കന്യകയിൽ ഭൂജാതനായവൻ, കാലിത്തൊഴുത്തിൽ പിറന്നവൻ ഇതാ വന്ന് ജനിച്ചു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ചെയ്തു കഴിഞ്ഞ ക്രിയയാണ് നമ്മൾ വായിച്ചത്. അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഏക ശരീരമാക്കി. ഓ, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. വേർപാടിന്റെ നടുച്ചുവരിടി. ഈ വാക്യം തുടങ്ങിയപ്പം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം തുടങ്ങിയപ്പോൾ നിങ്ങളത് കണ്ടായിരുന്നോ പ്രിയമുള്ളവരെ? ആ വാക്യം ഇങ്ങനെയാ തുടങ്ങിയത്, അവൻ നമ്മുടെ സമാധാനം. എന്നോട് ചേർന്ന് കരമുയർത്തി എന്ന് പറഞ്ഞ്, യേശു എന്റെ സമാധാനം. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചോളെ വാക്ക്, യേശു എന്റെ സമാധാനം. ഒന്നുറക്കെ എന്നോട് ചേർന്ന് പറയാമോ? യേശു എന്റെ സമാധാനം. എന്റെ സമാധാനമാകുന്ന യേശു എന്ത് ചെയ്തു? എന്റെ സമാധാനം യേശു ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു, യേശുവുമായി സമാധാനമില്ലായിരുന്ന ഞങ്ങളെ യേശുവുമായി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി. 6 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അടിവരയിട്ട് പഠിക്കേണ്ടവർ വേഗത്തിൽ പഠിച്ചോണം. ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി. കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ തന്റെ ശരീരത്താൽ നീക്കി. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നമ്മളെല്ലാവരും ഒന്നായത്. ഹല്ലേലൂയ. തന്റെ ശരീരത്താലാണ് ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി. ഒന്ന് പറഞ്ഞേ, തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി. സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. 5-ാമത്തെ കാര്യം, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷക്കാരും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ന്യായപ്രമാണമാകുന്ന ശത്രുത്വത്തെ നീക്കിക്കളഞ്ഞ് ഇരുപക്ഷത്തെയും തന്റെ ഏക ശരീരത്തിൽ ഒന്നാക്കിയ പിന്നെ ഉണ്ടല്ലോ, ഇനി രണ്ടല്ല, മേലാൽ ഇനി രണ്ടല്ല, അവരൊന്നത്രേ. ഹല്ലേലൂയ. ആരൊക്കെ ഒന്നായെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദൈവവും നിങ്ങളും ഒന്നായി മാറിയിരിക്കുകയാണ്. ഇത് 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു എങ്കിൽ, കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ പ്രിയമുള്ളവരെ. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ. അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ നോക്കിയേ. ആകയാൽ കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ വാക്യം വായിച്ചു. പെട്ടെന്ന് ആ വാക്യം എടുത്ത് വായിച്ചോ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴത്തക്ക തരത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന 2:14 പറഞ്ഞ്, അവൻ തൻ്റെ ജഡശരീരത്തിൽ മരിച്ചതിനാൽ, വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞതിനാൽ, ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കിയതിനാൽ നിങ്ങൾക്ക് ഇന്ന് ക്രിസ്തുവിൻ്റെ സമാധാനം ഉണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണോ കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിച്ചത്? അല്ല, പിന്നെയോ? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങൾക്കുണ്ട്, ഉള്ളത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്തൊന്ന് സ്വീകരിച്ചോ ഇപ്പോൾ തന്നെ അത് വേണമെങ്കിൽ. ഹല്ലേലൂയ. യേശുവിന്റെ സമാധാനം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാകാൻ വേണ്ടിയാ അവിടുന്ന് കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. കുരിശിൽ മരിച്ചതോടുകൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴത്തക്ക തരത്തിൽ നിങ്ങൾക്കൊന്നും നൽകപ്പെട്ടിരിക്കുന്നു. ആ നൽകപ്പെട്ടിരിക്കുന്നതിന്റെ പേര് സമാധാനം എന്നാണ്. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തു. അതാ യേശുവിന്റെ പ്രത്യക്ഷതയിൽ വചനം വിളിച്ചു പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം,
ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ദൈവീക സമാധാനം. യേശു വന്നത് സമാധാനം കൊടുക്കാനായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ വരവിനെ തന്നെ വിളിച്ചു പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ഇറങ്ങി നിന്ന ദൈവമഹത്വം ഭൂമിയിലേക്ക് വരികയാണ്, ഉള്ളങ്ങളിൽ ഒരു വലിയ സമാധാനം വാഴുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നെരിപ്പൊയ്ക പോലെ കത്തുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. തകർക്കുന്ന മനസ്സ് മടുപ്പിക്കുന്ന 1000 വിഷയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകാം. ഇന്ന് രാത്രിയിലും ഇവിടെ വന്നത് വീട്ടിലൊരു വലിയ കലഹം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഒന്നിനും അമർത്താൻ കഴിയാത്ത, ഒന്നിനും ഒതുക്കാൻ കഴിയാത്ത, ഒന്നിനും എടുക്കാൻ കഴിയാത്ത ഒരു വലിയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. അത് നിങ്ങളിൽ വന്ന യേശുവിനാൽ നിങ്ങൾക്ക് ലഭിച്ചതാണ്. അത് എന്നിൽ ഉണ്ട് എന്ന അറിവോടെ കർത്താവേ എനിക്കത് തന്നതിന് നന്ദി എന്ന് പറയുന്നവർ മാത്രം കരമടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ യേശുവിന് നന്ദി പറഞ്ഞു. ഓ ക്രിസ്തുവിന്റെ സമാധാനം. ഓ ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. യേശുവിൻ്റെത്. യേശു, അതാ അവിടുത്തെ പ്രയോഗം. ഇത് നിങ്ങളുടേതല്ല, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല. യേശുവിന്റെ സമാധാനം. ഉറക്കെ പറഞ്ഞു യേശുവിന്റെ സമാധാനം. ഓ ഉറക്കെ പറഞ്ഞു യേശുവിന്റെ സമാധാനം. അതാ എഫെസ്യ ലേഖനത്തിൽ ഞാൻ വായിച്ചത്, ഹി ഈസ് അവർ പീസ്. യേശുവാണ് നമ്മുടെ സമാധാനം. നമ്മുടെ സമാധാനം ഒരു ആശയമല്ല, നമ്മുടെ സമാധാനം ഒരു വ്യക്തിയല്ല, സമാധാനം ഒരു വസ്തുതയല്ല, നമ്മുടെ സമാധാനം ഒരു നല്ല പ്രസംഗ വിഷയമല്ല, നമ്മുടെ സമാധാനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ ആ സമാധാനം എന്ന് പറയുന്ന വ്യക്തി വാഴട്ടെ. കരമടിച്ചൊന്ന് സ്വീകരിച്ചോ, വാഴ്ചേ. യേശുവിന്റെ സമാധാനം. ശ്രദ്ധിച്ചു കേട്ടോ വാക്ക്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. എന്തിനാ ഇവിടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പറയുന്നേ? സകല അസമാധാനങ്ങളുടെ ഇരിപ്പിടം മനുഷ്യന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. അതാ അറിയണ്ടേ. സകല അസമാധാനങ്ങളുടെ ഇരിപ്പിടം മനുഷ്യന്റെ ഹൃദയമാണ്. പുറമേ ചിരിക്കുന്ന കണ്ട് ഒരു മനുഷ്യന് സമാധാനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും നിർണയിക്കാൻ പറ്റുകയില്ല. അസമാധാനത്തിന്റെ അവസ്ഥ ഉണ്ടാകുന്നത് പുറത്തല്ല, കണ്ണേലും മൂക്കേലും നാക്കേലും ചെവിയേലും കയ്യേലും ഒന്നും അല്ല അസമാധാനം ഉണ്ടാകുന്നത്. എവിടെയാണ് അസമാധാനം ഉണ്ടാകുന്നത് അറിയാം? അകത്താണ്, ഹൃദയങ്ങളിലാണ് അസമാധാനം ഉണ്ടാകുന്നത്. എവിടെയാണോ അസമാധാനം ഉണ്ടാകുന്നത് അവിടെ തന്നെ ആ സമാധാനം വാഴുന്നത്. ഹല്ലേലൂയ. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? അത് ഒരു റോയൽ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു രാജകീയ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ആ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ എന്നല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഉണ്ടാകുക എന്നതും വാഴുക എന്നതും, ലെറ്റ് ദ peace of our Lord Jesus Christ may rule in your heart, may reign in your heart. റൂൾ ചെയ്യുന്നത് എങ്ങനെയാ? ആരാ റൂൾ ചെയ്യുന്നേ? രാജാക്കന്മാരാ റൂൾ ചെയ്യുന്നേ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു എന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ഒന്നാം വാക്യം കേട്ടോ, യേശു എന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ഞാൻ മേളിയുന്നത് വിശദീകരിച്ചവൻ പറഞ്ഞത് ഓർമ്മയില്ലേ? യേശു എന്ന സമാധാനം ഒരു വസ്തുതയല്ല, ഒരു വ്യക്തിയാണ്. ഒന്ന് പറഞ്ഞു, യേശു എന്ന സമാധാനം. അല്ലെങ്കിൽ അവൻ നമ്മുടെ സമാധാനം. ഒന്ന് ആ പദം വായിച്ചത് ഓർമ്മയില്ലേ? അവൻ നമ്മുടെ സമാധാനം നിങ്ങൾക്കുണ്ടെന്നല്ല പറഞ്ഞത്, യേശുവാണ് എൻ്റെ സമാധാനം. ഇവിടെ സമാധാനത്തെ പെർസോണിഫൈ ചെയ്യുകയാണ്, വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുക, ഹി ഈസ് അവർ പീസ്. അവനാണ് എൻ്റെ സമാധാനം. സമാധാനത്തിൻ്റെ ഒരു വ്യക്തിത്വം കൊടുക്കുകയാണ്. യേശുവാണ് എൻ്റെ സമാധാനം. എന്നിട്ട് പറയുക, യേശു ആകുന്ന വ്യക്തിയാകുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. വാഴുന്നത് രാജാവാ എന്ന പറഞ്ഞതിന്റെ അർത്ഥം, യേശു എന്ന രാജാവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന പറഞ്ഞതിന്റെ അർത്ഥം, ആ സമാധാനം കുടികൊത്തി വാഴുന്ന സ്ഥലത്ത് അതിനെ പുറത്താക്കിയുള്ള വാഴ്ച യേശുവിന്റെ സമാധാനത്താൽ നിങ്ങളുടെ ഉള്ളങ്ങളിൽ തുടങ്ങട്ടെ. എത്ര പേരത് സ്വീകരിക്കും? ഹല്ലേലൂയ. കൊത്തിപ്പറിയേറ്റായിരിക്കാം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത്. ഓ, തകർന്നുടഞ്ഞായിരിക്കാം ഇന്നിവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ
ശക്തമായിട്ട് ഞാൻ ഇന്ന് പറയാം കേട്ടോ. ഹല്ലേലൂയ. യേശുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴാൻ തുടങ്ങിയ പിന്നെ ഹല്ലേലൂയ, ഒന്നിനും നിങ്ങളെ ഒതുക്കാൻ കഴിയുകയില്ല. എല്ലാത്തിന്റെയും മീതെ കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഇതാ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്ന പോലെ അല്ല. ലോകത്തിന് ഇത് എടുക്കാൻ പറ്റുകയല്ല. കാരണം ലോകത്തിലെ വിഷയങ്ങൾ പുറത്തും സമാധാനം അകത്തുമാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന പലരുടെ കൂടെ ഇന്ന് സമാധാനം വരികയാണ്. എൻ്റെ ബ്രദറെ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം എനിക്ക് കടം കൂടുതലാണ്. ഹല്ലേലൂയ. എല്ലാവരും പറയുന്നത് ഞാൻ തകരുമെന്ന, പക്ഷെ എനിക്കറിയത്തില്ല. എവിടുന്നൊന്നും അറിയത്തില്ലാത്ത ഒരു ബലം, എവിടുന്നൊന്നും അറിയത്തില്ലാത്ത സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം തകർച്ചയുടെ വക്കിലാന്ന് എനിക്കറിയാം. കുടുംബത്തിൽ വലിയ വിഷയങ്ങളാ. ആ മനുഷ്യനെ മനസ്സിലാക്കുന്നില്ല, അവൾ എന്നെ തിരിച്ചറിയുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങളാ. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോഴും ഇതിന്റെ എല്ലാം നടുവിലും ഇതിനൊന്നിനും ഒതുക്കാൻ കഴിയാത്ത ഒരു സമാധാനം എന്റെ ഹൃദയങ്ങളിൽ വാഴുന്നു എന്ന് പറയുന്നവർ, അവർ മാത്രം കരമുയർത്തി ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. അവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നത് കർത്താവിന്റെ സമാധാനമാണ്. അതിനെ എടുത്തു കളയാൻ ഒരു ഭർത്താവിനും പറ്റുകയില്ല, ഒരു ഭാര്യയ്ക്കും പറ്റുകയില്ല, ഒരു വിഷയങ്ങൾക്കും പറ്റുകയില്ല. യേശുവിന്റെ സമാധാനം കരമടിച്ചുകൊണ്ട് യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ തുടങ്ങിക്കോ. വീടുകളിലേക്ക്, മുറികളിലേക്ക്, കുടുംബ ജീവിതങ്ങളിലേക്ക് ആ സമാധാനം ഇപ്പോൾ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നു. ഈ ഗ്രൗണ്ടിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നു. തളവ് അണ പൊട്ടുന്നത് പോലെ ആ കർത്താവിന്റെ സമാധാനം ഹൃദയങ്ങളിൽ വാഴാൻ പോകുകയാണ്. ഏതെല്ലാം ആ സമാധാനങ്ങൾ പുറത്തുണ്ടെങ്കിലോ ആ സമാധാനത്തിന്റെ മുഴുവൻ അടിവേരുകളെ പറിക്കുന്ന ഒരു വലിയ കർത്താവിന്റെ സമാധാനം ഹൃദയങ്ങളിൽ ഇന്ന് വാഴുകയാണ്. ഇത് വാഴാൻ വേണ്ടി നിങ്ങൾ അവന്റെ ശരീരമായി വിളിക്കപ്പെട്ടവരാണ്. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. മൂന്നാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. അടുത്തത്, അതിന് വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന്റെ സമാധാനം വാഴാൻ വേണ്ടി മാത്രമാണ്. അതിന് വേണ്ടിയാണ്. അതിനല്ലോ നിങ്ങളെ ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴണം എന്ന ഉദ്ദേശം ദൈവത്തിനുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഏക ശരീരമായി, എന്നോട് ചേർന്ന പദം പറയണം, നിങ്ങളെ ഏക ശരീരമായി കർത്താവിന്റെ ശരീരത്തോട് ബന്ധിപ്പിച്ചത്. യേശുവിന്റെ ശരീരത്തോട് ബന്ധിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്നാന്നറിയോ? യേശുവിന്റെ ശരീരത്തിലുള്ളത് നിങ്ങളുടെ മേൽ വ്യാപരിക്കണം, നിങ്ങളുടെ മേൽ വാഴണം. കരമടിച്ചൊന്ന് സ്വീകരിച്ചോ അതിനെ. യേശുവിലുള്ളത് നിങ്ങളിൽ വാഴണം. സ്വീകരിച്ചോ അതിനെ. യേശുവിലുള്ളത് നിങ്ങളിൽ വാഴണം. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അതിന് മുഴുവൻ നിങ്ങളിൽ വാഴണം. ചേർന്നൊന്ന് പറഞ്ഞൊന്ന് സ്വീകരിച്ചോ. യേശുവിലുള്ളത് എന്നിൽ വാഴണം. ചേർന്ന് ശക്തിയോടെ കരമടിച്ച് യേശുവിലുള്ളത് മുഴുവൻ, എന്തെല്ലാം കർത്താവിലുണ്ടോ അത് മുഴുവൻ എന്നിൽ വാഴാൻ വേണ്ടിയ എന്നെ വിശ്വാസത്താൽ അവനും ഞാനുമായിട്ട്, അവിടുത്തെയും ഞാനുമായിട്ട് ഏക ശരീരമായത്. വസ്ത്രം ധരിക്കുന്നത് പോലെ നിങ്ങൾ യേശു ദൈവമെന്ന് വിശ്വസിച്ചപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ക്രിസ്തുവിനെ ധരിച്ച ദൈവ മക്കളെ, നിങ്ങളോടാണ് ഈ വചനം പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നത് ഇനി അസമാധാനമല്ല, കർത്താവിന്റെ സമാധാനം, യേശുവിന്റെ സമാധാനം. ഒന്ന് സ്വീകരിച്ചോ ദൈവമക്കളെ. അത് നിങ്ങളുണ്ട്. അത് വാഴ്ച തുടങ്ങട്ടെ. അത് നിങ്ങളിൽ വാഴ്ച തുടങ്ങട്ടെ. ഇതിനായിട്ട് ആ പദം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പദം. നിങ്ങൾ ആ പദം ഒന്ന് കേട്ട് അടിവര ഇട്ടോണം വേണമെങ്കിൽ യേശുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനു വേണ്ടിയാണ്. അതിനല്ലോ എന്നോട് ചേർന്ന് പറഞ്ഞു. ഇതിനായിട്ടാണ്. എല്ലാവരും കരമുയർത്തി എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിയാണ്. ഏതിനു വേണ്ടിയാണ്? യേശുവിന്റെ സമാധാനം കൊണ്ട് എന്റെ ഹൃദയം നിറയാൻ വേണ്ടി മാത്രമാണ്.
ഇതിനു വേണ്ടി മാത്രമാണ് നിന്നെ ഏക ശരീരമായി നമ്മളെ ഏക ശരീരമായി നമ്മളെ എന്താക്കി? ഏക ശരീരമായി, ഒരു ശരീരമാക്കി. ഒന്ന് പറഞ്ഞേ, ഒരു ശരീരമാക്കി. ഓ, ഇവിടെയാണ് ആ വാക്യത്തിന്റെ ഏറ്റവും വലിയ വിശദീകരണം. അച്ഛനോട് വന്നേ, ഞാൻ എന്റെ വാക്യത്തിന്റെ വിശദീകരണം ഒരാളെ നിർത്തിക്കൊണ്ട് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഇതാ നിൽക്കുക, ഈ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങളൊന്ന് കാണുക, ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് കാണുക. എന്താണ് ഇവിടെ പറയുന്ന ഈ വാക്യത്തിന്റെ ആശയം എന്നൊന്ന് മനസ്സിലാക്കിക്കാട്ടെ. ഇദ്ദേഹത്തെ ഇവിടെ നിർത്തിയിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു ശരീരത്തിൽ ഒരു സമയത്ത് പരസ്പര വിരുദ്ധങ്ങളായവ വ്യാപരിക്കയില്ല. അതാണ് ഇവിടുത്തെ ആശയം. ഒരു ശരീരത്തിൽ ആ ശരീരത്തോട് യോജിക്കപ്പെട്ടത് മാത്രമേ വ്യാപരിക്കുകയുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ഞാൻ നല്ലത് വിശദീകരിക്കാം. നോക്കൂ, ഈ തലയിൽ നിന്ന് കാലനക്ക് എന്ന് പറഞ്ഞൊരു സിഗ്നൽ പുറപ്പെട്ടു എന്നിരിക്കട്ടെ. അതിന് വിരുദ്ധമായി ഇതിനിടയിൽ വെച്ച് വേറൊരു സിഗ്നൽ പുറപ്പെടുകയല്ല. കൈ ഒന്ന് ഉയർത്തുക. കൈ ഉയർത്തുക എന്ന തലയുടെ ആഗ്രഹം, തലയുടെ കമാൻഡ്മെന്റ്, തലയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഈ ശരീരത്തിൽ വേറെ ഒരു വാദഗതിയുമില്ല. എപ്പോ ഈ തല തീരുമാനിക്കുന്നോ അപ്പം ഈ കൈ പൊങ്ങും. ഇതിനിടയിൽ ഇതിനെ ആർക്കും താഴ്ത്താൻ കഴിയുകയില്ല. എത്ര പേർക്ക് മനസ്സിലായി? തലയുടെ തീരുമാനത്തിന്റെ കീഴിലുള്ള ശരീരത്തിന്റെ പ്രവർത്തികളെ നിർണയിക്കുന്നത് തലയാണ്. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത. ഒന്നുകൂടെ പറയാം. തലയുടെ കീഴിലുള്ള ശരീരത്തിന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നത് തലയാണ്. You follow me or not? Hallelujah. തലയുടെ കീഴിലുള്ള ശരീരത്തിന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നത് തലയാണ്. ഉദാഹരണം ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. തല നോക്കുമ്പോൾ, തല നോക്കാൻ ആഗ്രഹിക്കുന്നു. ആ നോക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആഗ്രഹത്തിൽ നിന്ന് കണ്ണിനെ പിന്നോട്ട് വലിക്കാൻ ആർക്കും പറ്റുകയില്ല. കാരണം തലയുടെ ആജ്ഞയാണ് കണ്ണിലൂടെ നിവർത്തിക്കപ്പെടുന്നത്. ഇത് ഒരു ശരീരത്തിലുള്ള കാര്യമാണ്. ഒരു ശരീരത്തിൽ മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. ഈ ശരീരവും രണ്ടും രണ്ടാണ്. ഇവിടുത്തെ തല പറയുന്നത് വേറെയാണ്, പക്ഷെ അവിടുത്തെ തല പറയുന്നത് വേറെയാണ്. രണ്ടെണ്ണത്തിൽ നടക്കുകയില്ല. പക്ഷെ ഒറ്റ ശരീരത്തിൽ ഒറ്റ കമാൻഡ്മെന്റേ ഉള്ളൂ, ഒറ്റ കൽപ്പനയേ ഉള്ളൂ. ഇവിടെ നിങ്ങളെ രണ്ട് ശരീരമല്ലാക്കിയത് ഏക ശരീരമായി. വായിച്ചു. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി, നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. എന്തിനാ ഏക ശരീരമായിട്ട് വിളിച്ചേ? തലയിലുള്ളതെല്ലാം ഈ ശരീരം വഴിയായി വെളിപ്പെടേണ്ടതിനു വേണ്ടിയാ. ഹല്ലേലൂയ. തല ആരാന്നറിയോ? തല ക്രിസ്തുവാണ്. ശരീരം ആരാന്നറിയോ? നിങ്ങളാണ്. തലയിൽ നിന്ന് പുറപ്പെടുന്ന കമാൻഡ്മെന്റ് മാത്രമാണ്, ഈ കൽപ്പനകൾ മാത്രമാണ് ഈ ശരീരത്തിലൂടെ നിവർത്തിക്കപ്പെടുന്നത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? തലയുടെ കീഴിലുള്ള ശരീരത്തിന്റെ മുഴുവൻ പ്രൊട്ടക്ഷനും തല ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ വലിയ പ്രൊട്ടക്ഷനിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തലയിൽ സമാധാനം ഉണ്ടെങ്കിൽ ശരീരത്തിൽ വാഴേണ്ടിയത് അതാണ്. എന്ത്? സമാധാനമാണ് വാഴേണ്ടിയത്. എന്നിട്ട് പറയും, ഇതിനു വേണ്ടിയാ നിങ്ങളെ വിളിച്ചേ. ഏതിനു വേണ്ടി എന്നെ വിളിച്ചേ? തലയിലുള്ളത് ശരീരത്തിൽ വാഴാൻ വേണ്ടിയാ എന്നെ വിളിച്ചത്. എന്ന് ചേർന്ന് പറയാമോ? തലയിലുള്ളത് ശരീരത്തിൽ വാഴാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പറയാൻ കാര്യം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടെന്നറിഞ്ഞ് നിങ്ങൾ അതിനെ ഒന്ന് അനുവദിക്കുമ്പോൾ തന്നെ എന്നാ സംഭവിക്കുന്നേ? ക്രിസ്തുവിലുള്ളത് നിങ്ങളിൽ വാഴാൻ തുടങ്ങും. ക്രിസ്തുവിലുള്ളത് നിങ്ങളിൽ വാഴാൻ. ഇതാണ് യേശുവിന്റെ ഭരണം. ഇതാണ് അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം. ഹല്ലേലൂയ. എന്നതാ ദൈവരാജ്യം എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം കൂടെ ഒന്ന് എടുത്തേ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം കൂടെ ഒന്ന് എടുത്തോ. എന്നതാ ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും. ഒന്ന് ചേർന്ന് പറഞ്ഞു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം.
ദൈവരാജ്യത്തിന്റെ രാജാവാണ് ഇവിടെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ രാജാവാണ് നിങ്ങളീ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വാഴട്ടെ. വാഴുന്നത് രാജാവാണ്. വാഴുന്നത് തന്നിലുള്ളതും കൊണ്ടാണ്. തന്റെ രാജ്യത്തിൽ എന്താ ഉള്ളതെന്നാ വായിച്ചത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉണ്ട്. അതാണ് ഈ രാജ്യത്തിലുള്ളത്. അതുകൊണ്ട് ആ രാജ്യത്തിൽ കയറിയ നിങ്ങളുടെ ഉള്ളിൽ ആ രാജ്യത്തിന്റെ രാജാവ് വാഴുമ്പോൾ സമാധാനമുണ്ടാകുന്നത്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഓ ശക്തിയോടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഞാൻ ഈ സമയത്ത് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കട്ടെ. അസമാധാനം തിങ്ങി വിങ്ങിയ ഒരു വീടായിക്കോട്ടെ നിങ്ങളുടേത്. എൻ്റെ ബ്രദറെ, സമാധാനത്തോടൊന്ന് ഇരുന്നിട്ട് നാളുകളായെന്ന് പറയുന്ന വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ, വളരെ വ്യക്തമായിട്ടൊന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ കേട്ടോ, ആ അസമാധാനത്തിൻ്റെ അവസാന മിനിറ്റിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ അസമാധാനത്തിൻ്റെ അവസാന മിനിറ്റിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അകത്തിരിക്കുന്ന രാജാവ് എഴുന്നേറ്റ് കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സമാധാന പ്രഭു എഴുന്നേറ്റ് കഴിഞ്ഞു. ഓ ഹല്ലേലൂയ. പ്രിൻസ് ഓഫ് പീസ് എഴുന്നേറ്റ് കഴിഞ്ഞു. സമാധാന പ്രഭു എഴുന്നേറ്റ് കഴിഞ്ഞു. ആശ്വാസപ്രദരുടെ ആശ്വാസങ്ങൾ, ആശ്വാസവാക്കുകൾ അസ്വസ്ഥതയായി തോന്നുന്ന ഒരു ദിവ്യ സമാധാനത്തിൻ്റെ വാഴ്ചയിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന മിനിറ്റുകളാണിത്. ദയവ് ചെയ്ത് നീ എന്നെ ആശ്വസിപ്പിക്കരുത്. നിന്റെ ആശ്വാസ വാക്കുകളായി എനിക്ക് ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് പറയത്തക്ക തരത്തിൽ ഹൃദയങ്ങളിൽ സമാധാനം വാഴുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. കർത്താവിന്റെ സമാധാനം ഈ നാട്ടിൽ പലരുടെ ഉള്ളങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ടെലിവിഷനിലൂടെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, നിങ്ങളുടെ വീടിനകത്തേക്ക് സമാധാനം വാഴുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം വാഴുകയാണ്. ആർക്കും അതിനെ ഒതുക്കുവാൻ കഴിയുകയില്ല. ആമേൻ. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന് ഇതിപ്പരെ എന്നാ തെളിവ് വേണ്ടേ? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നാ തെളിവ്? എന്നാ ദേ നിൽക്കുന്നു, കണ്ടില്ലേ? എൻ്റെ വലത്തും എൻ്റെ ഇടത്തും അവിടെ നിൽക്കുന്നത് കർണാടകക്കാരിയാണ്. പാലക്കാട് മീറ്റിംഗ് വെച്ചപ്പം അമ്മയുടെ മോനെയും കൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതാണ്. പേരെന്നായിരുന്നു? ശാരദ. മലയാളം സംസാരിക്കോ? സംസാരിക്കാം. അതെ, എൻ്റെ മോന് രവീന്ന് ജന്മത്തിന് അയാൾക്ക് കാഴ്ച ഉണ്ടായിട്ടില്ല. നമ്മൾക്കത് അറിഞ്ഞിട്ടില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞ് തീരെ അടുത്ത കണ്ണക്ക് കാഴ്ചയില്ല, അത് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാടേക്ക് ഒരു മീറ്റിംഗ് പാസ്റ്ററിൻ്റെ ഇതെല്ലാം ടി വിയിൽ പറയുന്നുണ്ടായി. നമ്മൾക്കത് അതിന് മോനെ തന്നെ അത് കണ്ടുപിടിച്ചത് 6 മണിക്ക് പറഞ്ഞു. അമ്മ 6 മണിക്ക് എങ്ങനെ പറയുന്നുണ്ട് നോക്കമ്മ, ഇവിടെ എത്ര അദ്ഭുതമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാലക്കാടേക്ക് പോയി എല്ലാവർക്കും ദൃഷ്ടി ചോളി ഇതെല്ലാം കൊടുത്തു. അപ്പോൾ നമ്മുടെ മോനക്ക് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ അവർ പ്രാർത്ഥന ആക്കുന്ന ഇതിൽ നമ്മൾ പോന്ന് വിളിച്ച് നമ്മൾക്ക് കാഴ്ച കിട്ടിയിട്ടില്ലെന്ന് അവർ പറഞ്ഞ് സ്വോത്ര നമ്മളങ്ങനെ സ്വോത്ര പറഞ്ഞ് അവിടെ നിന്ന് 2 ദിവസത്തിൽ മോനക്ക് കാഴ്ച വന്ന് ദൈവത്തിനക്ക് സ്വോത്ര പറയാം. എത്ര സ്വോത്ര പറഞ്ഞാലും തീരുള്ളൂ. ദൈവത്തിന് നന്ദി. ഈ മോന് ജന്മത്തിൽ നിന്ന് 15 വർഷം വരെ സംസാരം ഉണ്ടായിട്ടില്ല. ഈ ദൈവത്തിനെ കണ്ട പിന്നെ മോന് സംസാരം തുടങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ ദൈവത്തിന് വലിയ ദൈവം ഈ ലോകത്തിൽ എവിടെയോ നമ്മൾ കിട്ടത്തില്ല. ഈ ദൈവം മാത്രം നമ്മൾക്കുള്ളത്. ദൈവനക്കായിട്ട് നമ്മൾ ജീവിക്കും, ദൈവനക്കായിട്ട് നമ്മൾ മരിക്കും. രവി മലയാളം അവരുടേത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലാക്കാൻ. ഇവൻ അന്ധനായി ജനിച്ചവനാണ്. ജന്മനാ അവന് കണ്ണിന് കാഴ്ചയില്ല, കാഴ്ചയില്ല, സംസാരവും ഇല്ല. അമ്മയാണ് പറയുന്നത്. കാഴ്ചയുമില്ല, സംസാരവും ഇല്ലാതെ ജനിച്ചതാണ് ഈ അമ്മയുടെ മകൻ. പാലക്കാട് മീറ്റിങ്ങിന് വന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് അവനെ തൊട്ടു. നിങ്ങൾ അവൻ്റെ സംസാരവും അവൻ്റെ കാഴ്ചയും നിങ്ങളുടെ മുമ്പിൽ കാണുക. ഇരുന്നേ, അവിടെ ഇരുന്നേ. ഓരോ കണ്ണടച്ചു പിടിക്കേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 1 2 3 4 5 1 2 3. മറ്റേ കണ്ണടക്കേ. ഇത് എത്ര? 1 2 3 4. ജന്മന കാഴ്ചയില്ലാതെ ജനിച്ച ഈ അമ്മയുടെ മകൻ 35 വർഷം അന്ധനായി നടന്ന മനുഷ്യൻ.
മൈ ഗാഡ്, യേശു ജീവിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇന്നും നടക്കുന്നു. ഞാനിപ്പം തൃശ്ശൂർ ടൗൺ ഹാളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ കുടുംബം വണ്ടി പിടിച്ച് വന്നിരിക്കുക അവിടെ നിന്ന് ഈ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി. ഇന്നിതുപോലെ അന്ധരായി ജനിച്ച് പ്രാർത്ഥന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവരോട് എന്നാ പറയാനുള്ള? ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യമുണ്ടല്ലേ? എല്ലാവർക്കും സൗഖ്യമുണ്ട്, എല്ലാവർക്കും സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ദൈവം സൗഖ്യം കൊടുക്കും. കർത്താവ് സൗഖ്യം കൊടുക്കും. ഉറപ്പാ. ഞങ്ങളിന്ന് ഒരുമിച്ച് പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യിലൂടെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തപ്പം അവർ പറഞ്ഞ അതേ പദം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഇതൊന്നും നടന്നത്. എൻ്റെ ഭക്തി കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ അല്ല ഈ മകൻ്റെ കണ്ണ് തുറന്നത്, അങ്ങാണ് തുറന്നത്. ഇതുപോലെ അന്ധതയിലായിട്ട് ജീവിതത്തിൽ ഇരുട്ടടഞ്ഞ് പ്രതീക്ഷ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആൾക്കാർ കർത്താവ് ലോകമെമ്പാടുമുണ്ട്. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുറന്നാൽ ആരാ അടയ്ക്കുന്നത്? അങ്ങ് അടച്ചാൽ ആരാ തുറക്കുന്നത്? ഈ നിൻ്റെ മക്കളുടെ സാക്ഷ്യം അനേകർക്ക് സൗഖ്യത്തിനും വിടുതലിനുമായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.